Welcome back to Gender Study. Again, not for a review, but for my opinion about a movie, Pravin Shop, which is written and directed by Sriraj Srinivasan. സൗബിനും ബേസിലിനൊക്കെ പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട്. പുതുമുഖ സംവിധായകനായിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടമാണ് പ്രാവിൻ കുടിശാപ്പ്. പുതുമുഖ സംവിധായകൻ എന്നൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടി വരും. അതിൻ്റെ ഓരോ സീനും ഓരോ ഷോട്ടും കാണുമ്പോൾ പോലും നമുക്കത് തോന്നില്ല. അതിൻ്റെ ക്വാളിറ്റി അത്ര മികച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദാണെന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്തു പറയണം. അദ്ദേഹം ക്വാളിറ്റി വിട്ടൊരു പരിപാടിക്ക് നിൽക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയുള്ള പടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ടറിൻ്റെ ക്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടൊരു ഷോർട്ട് ഫിലിം യൂട്യൂബിലുണ്ട്, തൂമ്പ എന്ന് പറഞ്ഞു. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ പറഞ്ഞതിന് നീതി പുലർത്തുന്ന ഒന്ന് രണ്ട് സീനുകളുണ്ട്. ഒരു ഷോട്ടിൽ ഒരു കണ്ണിലൊരു ഈച്ച വന്നിരിക്കുന്ന ഒരു ഷോട്ട്. ഞാനത് എങ്ങനെ എടുത്തെന്ന് ആലോചിച്ചിരുന്നത്. അതേപോലെ ഒരു ചേസിങ് സീൻ. ഇതിനൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്നതാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വൃത്തിയായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നത് അതിൻ്റെ മ്യൂസിക്കാണ്. വിഷ്ണു വിജയ് അദ്ദേഹം ചെയ്തിരിക്കുന്ന മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. BGM ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ വരുന്ന സോങ് ആണെങ്കിലും അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്ന രീതിയാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടത് ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ആളുകളുടെ കാര്യമാണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് വളരെ മികച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിലും സൗബിനും അല്ലാതെ തന്നെ ഇവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരല്ലാതെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ചെമ്പൻ വിനോദ്, അതേപോലെ ചാന്ദിനി, ശിവജിത്ത്, പിന്നെ എനിക്ക് പേരറിയില്ല, അങ്ങനെയുള്ള ഒന്ന് CIയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാൾ. അതേപോലെ ഷാപ്പിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് പ്രായമായിട്ടുള്ള ഒന്ന് രണ്ട് പേര് വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടത്തിൽ നിന്ന് ഇതിന് വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ അവതരണം തന്നെയാണ്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ച്. അതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അത് ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കിട്ടുള്ളൂ. OTTയിലൊന്നും ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചില ഡയലോഗുകൾ എനിക്ക് BGMൻ്റെ ഇടയിൽ മിസ്സായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ട സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പടം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അവർക്ക് അഭിപ്രായം ആയിരിക്കണമെന്നില്ല. സോ അവർക്ക് അഭിപ്രായം കമൻ്റായിട്ട് കൊടുക്കുക. ഇനി വീഡിയോ കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർക്കുക. യു ഡോണ്ട് മൈൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.